ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, അഫ്ഗാനിസ്ഥാൻ അവർ ആക്രമണം കടുപ്പിക്കുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതിക്ക് 5 കിലോമീറ്റർ അടുത്തൊരു വലിയ ഡ്രോൺ ആക്രമണം അഫ്ഗാനിസ്ഥാൻ നടത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ വൈദ്യുതി ഇടനാഴി തകർന്നിരിക്കുന്നു, വൈദ്യുതി മുടക്കം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നു. ഇന്നലെ മുതൽ അഫ്ഗാനിസ്ഥാൻ കനത്ത ഡ്രോൺ ആക്രമണമാണ് പാകിസ്ഥാന് നേർക്ക് നടത്തുന്നത്. 15ഓളം സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തു എന്നുള്ളൊരു വാർത്ത വരുന്നു. അനവധി പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരുന്നു തങ്ങൾ ചാവേറുകളെ ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപം ഇസ്ലാമാബാദിൽ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് 5 കിലോമീറ്റർ അടുത്തൊരു ഡ്രോൺ ആക്രമണം അഫ്ഗാനിസ്ഥാൻ നടത്തി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വാർത്തയല്ല, ചെറിയ ആക്രമണവുമല്ല. കാരണം ഇസ്ലാമാബാദ് അവരുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി, അതിന് സമീപമാണ് അഫ്ഗാനിസ്ഥാൻ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. അഫ്ഗാനിസ്ഥാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ കനത്ത വ്യോമാക്രമണം തുടങ്ങി എന്നാണ്. ഇതിനിടയിൽ ഇരുവിഭാഗവും ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഒരു ശുഭകരമായ കാര്യമാണ്. ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അമേരിക്ക തൽക്കാലം ഇല്ല എന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നു. പാകിസ്ഥാന് തന്നെ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ, തങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഇറാനും സൗദിയും ഒക്കെ കഴിഞ്ഞ ദിവസം ഇടപെടാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഖത്തറിന്റെ മധ്യസ്ഥതയിലോ ഇല്ലെങ്കിൽ തുർക്കിയുടെ മധ്യസ്ഥതയിലോ ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ചർച്ചയും എത്രത്തോളം ഫലപ്രദമാകുമെന്നറിയില്ല. ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു തുറന്ന യുദ്ധമാണ് അഫ്ഗാനിസ്ഥാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഇതിൽ നിന്ന് ഇനി പിന്നാക്കം പോകില്ല. 273ഓളം താലിബാൻകാരെ തങ്ങൾ ഇതിനോടകം കൊന്നൊടുക്കിയിരിക്കുന്നു, തങ്ങൾ ഇനി ശക്തമായ രീതിയിലുള്ള വ്യോമാക്രമണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പാക് ഭരണകൂടവും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി തന്നെ യുദ്ധം കനക്കാനുള്ള സാഹചര്യവും പ്രദേശത്ത് സംഘർഷം വ്യാപിക്കാനുള്ള സാഹചര്യവുമാണ് ഉള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.